ദേശീയപാത വികസനത്തിൽ അവകാശവാദങ്ങളും തർക്കങ്ങളും മുറുകുന്നു. ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ ചേരിതിരിവ്. കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ നിർണായകമായ മാറ്റങ്ങൾ കുറിക്കുന്ന ദേശീയപാത വികസനത്തിന്റെ പൂർത്തീകരണത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക്. പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി ഇരുപക്ഷവും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനിടെ പൂർത്തിയായ പാതയുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ ചടങ്ങുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ സംഭവങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും പ്രോട്ടോകോൾ സംബന്ധിച്ച തർക്കങ്ങൾ ചടങ്ങിന്റെ ശോഭ കെടുത്തി. ദേശീയപാത അതോറിറ്റിയുടെ പ്രോട്ടോകോൾ പ്രകാരമാണ് ക്ഷണം നൽകിയതെന്നും സംസ്ഥാന സർക്കാരിന്റേത് വെറും രാഷ്ട്രീയ നാടകമാണെന്നുമാണ് ബിജെപിയുടെ പക്ഷം. ദേശീയപാത വികസനം തന്റെ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെ ഫലമാണെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പദ്ധതിയുടെ പൂർണ്ണമായ സാമ്പത്തിക ഉത്തരവാദിത്തവും നിർവഹണവും കേന്ദ്ര സർക്കാരിനാണെന്ന് ബിജെപി നേതാവ് കെ.പി. പ്രകാശ് ബാബു അടക്കമുള്ളവർ മറുപടി നൽകി. ഒരു വെക്ടർ യൂണിറ്റ് സെന്റർ, ആ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രിയെയോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ബിജെപിയുടെ ഏതെങ്കിലും ഒരു രാജ്യസഭാ എംപിയെ പോലും ഒരു മുഖ്യ അതിഥിയായി പോലും ക്ഷണിക്കാതെയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, ആകെ ആ കെട്ടിടത്തിന് ചെലവായിട്ടുള്ളത്, ആ ബിൽഡിങ്ങിന് ചെലവായിട്ടുള്ളത് 2,17,40,000 രൂപയാണ്. ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിച്ചു. അവിടെയുള്ളൊരു ഫർണിച്ചറിന് പോലും ഒരു നയാ പൈസ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് നൽകിയിട്ടില്ല, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് നൽകിയിട്ടില്ല. നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കെട്ടിടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് ഒരു ഫർണിച്ചർ, ഒരു അലമാര പോലും കൊടുക്കാത്ത അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു, എംഎൽഎമാർ അധ്യക്ഷത വഹിക്കുന്നു, മുഖ്യാതിഥികളാകുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, NH-66 NH-66-ൽ 65,000 കോടി രൂപയാണ് ആകെ പദ്ധതി ചെലവ്. ആ 65,000 കോടി രൂപയിൽ 23,000 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാനുള്ളതാണ്. 42,000 കോടി നിർമ്മാണ പ്രവൃത്തിക്കുള്ളതാണ്. ഈ 42,000 കോടി രൂപ നിർമ്മാണ പ്രവൃത്തിക്കുള്ള NH-66-ൽ പിണറായി വിജയന്റെ ഗവൺമെന്റോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ വകുപ്പോ 1 രൂപ ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം പറയണം. ഇനി രണ്ടാമത്തേതിലേക്ക് വരാം. 42,000 കോടി നിർമ്മാണ ചെലവ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് സ്ഥലം ഏറ്റെടുക്കാനുള്ള 23,000 കോടി രൂപയാണ്. ഈ 23,000 കോടി രൂപയിൽ 25% ഞങ്ങൾ സ്ഥലം ഏറ്റെടുക്കാൻ തരാമെന്ന് അങ്ങോട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ 23,000 കോടി രൂപയുടെ 25% 5,750 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നിതിൻ ഗഡ്കരിജി, ബഹുമാനപ്പെട്ട പിണറായി വിജയ, കേരളത്തിലെ NH-66-ന് നിങ്ങൾ 25% സ്ഥലം ഏറ്റെടുക്കാൻ തരണമെന്ന് അപേക്ഷിച്ചിട്ടുള്ളതല്ല, സ്വമേധയാ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി പങ്കെടുത്ത ഔദ്യോഗിക ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ MP രാജേഷ്, K കൃഷ്ണൻകുട്ടി എന്നിവർക്ക് ക്ഷണം ലഭിച്ചപ്പോൾ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടത്. ഇതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാന പ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ വേദിയിൽ നിന്നും വിട്ടുനിൽക്കുകയും അന്നേ ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. കേന്ദ്രത്തിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ കുഞ്ഞമ്പു MLA-യുടെ നേതൃത്വത്തിൽ ദേശീയപാതയുടെ പ്രതീകാത്മകമായ സമാന്തര ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കൂടാതെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വിപുലമായ റോഡ് ഷോയും നടന്നു. കേന്ദ്ര സർക്കാരിനെതിരെ LDF സമാന്തരമായി ഉദ്ഘാടനം സംഘടിപ്പിക്കുമ്പോൾ വരാനിരിക്കുന്ന മറ്റു പദ്ധതികളുടെ ഉദ്ഘാടന വേളകളിൽ BJPയും ഇത്തരത്തിൽ സമാന്തര ഉദ്ഘാടനങ്ങളുമായി പ്രതിഷേധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകിയ വലിയ സാമ്പത്തിക വിഹിതമാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ കേന്ദ്ര ഫണ്ടും ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടവുമാണ് നിർമ്മാണത്തിന് വേഗത കൂട്ടിയതെന്ന് മറുവശവും അവകാശപ്പെടുന്നു. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിന്റെ കീർത്തി സ്വന്തമാക്കാൻ ഇരുപക്ഷവും മത്സരിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്നുള്ള വിട്ടുനിൽക്കലും സമാന്തര പരിപാടികളും കേരളത്തിന്റെ വികസന രാഷ്ട്രീയത്തിൽ പുതിയൊരു കീഴ്വഴക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.